ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒരേപോലെ സൂപ്പറായിട്ട് ചേരുന്ന ഒരു കിടിലൻ കോവയ്ക്ക മസാലക്കറിയാണ്. ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കോവയ്ക്കം ഇഷ്ടമല്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കോവയ്ക്ക മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കോവയ്ക്കയുടെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ മുഴുവനായിട്ട് മുറിച്ച് മാറ്റരുത്, സൈഡൊന്ന് കുറച്ചൊന്ന് വിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതേപോലെ ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മുറിക്കാം. മൊത്തം 4ആയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ എല്ലാ കോവയ്ക്കും ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കോവയ്ക്കൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി ഒന്ന് ഫ്രൈ ആയി വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കോവയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതിൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതൊരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പമുള്ള 2 സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്, ഇത് മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അധികം പുളിയില്ലാത്ത മീഡിയം വലുപ്പമുള്ള 3 തക്കാളി ഒന്ന് അരച്ചെടുത്താണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കോവയ്ക്കയിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്, ഇത് മതി. ഈ സമയമാകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ പഞ്ചസാര, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ നല്ല കിഡിലും ടേസ്റ്റിലുള്ള കോവയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ സൂപ്പർ ആൻഡ് ടേസ്റ്റി കോവയ്ക്ക മസാല ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണേ. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു കോവയ്ക്ക മസാലക്കറിയാണിത്. അപ്പം ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.